വാർഷികാഘോഷം നടക്കുന്ന ഈ സുദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വാതന്ത്ര്യത്തിന്റെ 79 വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ നമുക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട്. ഈ ദിനം നമുക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളെ സ്മരിക്കാം. സ്വാതന്ത്ര്യദിനം ഒരു ആഘോഷം മാത്രമല്ല, ഒരു ഉണർത്തൽ കൂടിയാണ്. നമ്മുടെ പൗരബോധം തളരാതിരിക്കാൻ, നമ്മുടെ ദേശീയ ചിന്ത ശക്തിപ്പെടുത്താൻ ഈ ദിനം നമ്മെ പ്രേരിപ്പിക്കട്ടെ. രാജ്യമെങ്ങും ത്രിവർണ്ണ പതാക വാനോളം ഉയരുമ്പോൾ വേഷത്തിന്റെയും ഭാഷയുടെയും ജാതിമത ഭേദമന്യേ അതിർത്തികൾ മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിന്റെ കൊടുമുടിയിൽ എത്തുന്ന നിമിഷങ്ങൾ. പതാക ഉയർത്തുന്നതിനായി ആദരണീയനായ സ്കൂൾ പ്രിൻസിപ്പാൾ ശ്രീ ജോജി തോമസ് സാറിനെ ക്ഷണിക്കുന്നു. തുടർന്ന് നടക്കുന്ന മാർച്ച് പാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിക്കുന്നതിനായി അരൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീമതി ആർ ഗീതുമോളെ ക്ഷണിക്കുന്നു. ടീച്ചേഴ്സ് अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड़ उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे, तव शुभ आशीष मांगे, गाहे तव जय गाथा। जन गण मंगल दायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे। വേഗം പോയിക്കോളൂ. ആദരണീയരായ വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, അനധ്യാപകരെ, മാതാപിതാക്കളെ, പ്രിയ വിദ്യാർത്ഥികളെ, ഏവർക്കും എൻ്റെ 1000 സ്വാതന്ത്ര്യദിന ആശംസകൾ. ഭാരതത്തിന്റെ 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിനായി ജീവൻ നൽകിയ ധീര ജവാന്മാർക്കും സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും 1000 അഭിവാദ്യങ്ങൾ. ആ ധീര സേനാനികളുടെ ധൈര്യവും ത്യാഗവും പ്രതിബദ്ധതയും ഓർത്തുകൊണ്ട് മാർച്ച് പാസ്റ്റിനായി നമുക്കൊരുങ്ങാം. നമ്മുടെ രാജ്യത്തിന്റെ അച്ചടക്കവും ഐക്യവും വിളിച്ചോതുന്ന മാർച്ച് പാസ്റ്റിലേക്ക് കടക്കാൻ പോവുകയാണ്. രാജ്യത്തോടുള്ള സ്നേഹവും അർപ്പണബോധവും പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണിത്. ഈ പരേഡ് വീക്ഷിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ
ഐക്യവും അഖണ്ഡതയും സമാധാനവും കാത്തുസൂക്ഷിക്കാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. സല്യൂട്ട് സ്വീകരിക്കുന്നതിനായി അരൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ആർ ഗീതുമോൾ മാഡത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും തൻ്റെ സർവീസ് കാലഘട്ടത്തിൽ നാടിന് സുസ്ഥിരമായ സേവനം നൽകിയ പ്രിയ ബഹുമാനപ്പെട്ട സത്താർ സാറിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി മാർച്ച് പാസ്റ്റിനായി അണിനിരക്കുന്നു സെന്റ് റാഫേൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ ബാച്ച്. സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷം വിളിച്ചറിയിച്ചുകൊണ്ട് ആവേശത്തോടെ അണിനിരക്കിയാണ് സെന്റ് റാഫേൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ ബാച്ച്. അതിന് പിറകിലായി സല്യൂട്ട് നൽകുന്നു SPC ബോയ്സ്. SPCക്ക് പിറകിലായി അണിനിരക്കുന്നു ബുൾബുൾ, നമ്മുടെ ചെറുപ്രായക്കാരായ രക്ഷാധികാരികൾ. സല്യൂട്ട് നൽകുന്നു ബുൾബുൾ. സല്യൂട്ട് സ്വീകരിക്കുന്നു ആർഗീത് മോൾ മാഡം. അതിന് പിറകിലായി അണിനിരക്കുന്നു സല്യൂട്ട് നൽകുന്നു കപ്പ്. സല്യൂട്ട് സ്വീകരിക്കുന്നു അരൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ആർഗീത് മോൾ മാഡം. അതിന് പിറകിലായി മാർച്ച് പാസ്റ്റായി കടന്നു വരുന്നു ജസ്ലി ജോഷിയുടെ നേതൃത്വത്തിൽ JRC. സല്യൂട്ട് നൽകുന്നു JRC. സല്യൂട്ട് സ്വീകരിക്കുന്നു അരൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ആർഗീത് മോൾ മാഡം. അതിന് പിറകിലായി കടന്നു വരുന്നു ലിറ്റിൽ കൈറ്റ്സ്. സല്യൂട്ട് നൽകുന്നു ലിറ്റിൽ കൈറ്റ്സ്. സല്യൂട്ട് സ്വീകരിക്കുന്നു അരൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ആർഗീത് മോൾ മാഡം. അതിന് പിറകിലായി കടന്നു വരുന്നു NCC ഗേൾസ്. NCC ഗേൾസ് കേഡറ്റ്സിനെ നയിക്കുന്നത് കേഡറ്റ് അന്നപൂർണ. സല്യൂട്ട് നൽകുന്നു NCC ഗേൾസ്. സല്യൂട്ട് സ്വീകരിക്കുന്നു അരൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ആർഗീത് മോൾ മാഡം. അടുത്തതായി മാർച്ച് പാസ്റ്റുമായി കടന്നു വരുന്നു NCC ബോയ്സ് കേഡറ്റ്. സല്യൂട്ട് നൽകുന്നു NCC ബോയ്സ് കേഡറ്റ്. സല്യൂട്ട് സ്വീകരിക്കുന്നു അരൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ഗീതുമോൾ മാഡം.
സ്വീകരിക്കുന്നു അരൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ആർഗീതുമോൾ മാഡം. All students, class standard is. സല്യൂട്ട് സ്വീകരിക്കുകയും മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കുകയും ചെയ്ത എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ആഘോഷ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള ഈസ്റ്റർ പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. All students, class attention. Prayer position. നമ്മുടെ ആഘോഷത്തിന് ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്ന പ്രാർത്ഥനയുടെ ആവട്ടെ തുടക്കം. ഈശ്വര പ്രാർത്ഥന നയിക്കുന്നത് സ്കൂൾ SPC ടീം. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്ന് വാഴ്ത്തിടാം. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്ന് വാഴ്ത്തിടാം. ഞങ്ങൾ പാടും ഈശ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചുവടുവയ്ക്കും ഈ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കണങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകും ഉമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്ന് വാഴ്ത്തിടാം. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്. ഞാൻ
SPC കേഡറ്റ് ശ്രീമതി അഭിരാമിയെ ക്ഷണിക്കുന്നു. All students class attention. Pledge position. നമുക്ക് ഏറ്റവും ഉച്ചത്തിൽ ഈ പ്രതിജ്ഞ ഏറ്റുചൊല്ലാം. പ്രതിജ്ഞ. ഏതൊരു രാജ്യത്തിന്റെയും ഊർജമാണ് യുവാക്കൾ. സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും വികസനത്തിൽ യുവത്വത്തിന്റെ ശക്തിക്ക് ഒരു പ്രധാന പങ്കുണ്ട്. അതിനാൽ ലഹരി വിമുക്ത ഇന്ത്യ ക്യാമ്പയിനിൽ പരമാവധി യുവാക്കൾ അണിചേരേണ്ടത് വളരെ പ്രധാനമാണ്. രാജ്യത്തിന്റെ ഈ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഇന്ന് നാം നശാമുക്ത് ഭാരത് അഭിയാന്റെ കീഴിൽ ഒന്നിച്ച് സമൂഹവും കുടുംബവും സുഹൃത്തുക്കളും മാത്രമല്ല നമ്മളും ലഹരി വിമുക്തരാകുമെന്ന് പ്രതിജ്ഞ എടുക്കുന്നു. കാരണം മാറ്റം നമ്മിൽ നിന്ന് ആരംഭിക്കണം. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ ആലപ്പുഴ ലഹരി വിമുക്തമാക്കാൻ ഉറച്ച തീരുമാനമെടുക്കാം. എൻ്റെ രാജ്യത്തെ ലഹരിമുക്തമാക്കാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. Hands down. Class stand at ease. സ്വാതന്ത്ര്യം വെറും ഓർമ്മയല്ല, അതൊരു ഉത്തരവാദിത്വമാണ്. നമ്മുടെ പ്രവൃത്തികളിൽ, ചിന്തകളിൽ, മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ ദേശസ്നേഹം തെളിയിക്കാം. സ്വാഗതം ആശംസിക്കുന്നതിനായി ജോസ് സാറിനെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേദിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഈ മഹത്തായ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീ ജോജി തോമസ് അവർകളെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വവും മാർഗനിർദ്ദേശങ്ങളും എന്നും നമ്മുടെ സ്ഥാപനത്തിന് വഴികാട്ടിയാണ്. ഇന്ത്യൻ പതാകയെ വന്ദിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ എല്ലാം അഭിമാനമായ പോലീസ് സേനയിലെ ധീരയായ ഉദ്യോഗസ്ഥ, അതെ, ശ്രീമതി ആർ ഗീതമോൾ അവർക്ക് ഈ വേദിയിലേക്ക് സ്കൂളിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ സത്താർ സാറിനെ നമ്മുടെ സ്കൂളിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെ പേരിലും സ്കൂളിന്റെ പേരിലും സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ വിദ്യാലയത്തിലെ ഏറ്റവും മുതിർന്ന അംഗമായ നമ്മുടെ തന്നെ ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ആൻസമ്മ തോമസ് അവരെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സിസ്റ്ററിന്റെ നിരന്തരമായ പ്രോത്സാഹനമാണ് നമ്മുടെ ഓരോ വിജയത്തിനും പിന്നിലുള്ള ശക്തി. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ തന്നെ PTA പ്രസിഡന്റാണ്. നമ്മുടെ PTA പ്രസിഡന്റിനെ ഏവരുടെയും പേരിലും ഈ സ്കൂളിന്റെ പേരിലും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കുചേരാനായി എത്തിച്ചേർന്ന എല്ലാ അധ്യാപകരെയും രക്ഷിതാക്കളെയും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. നന്ദി. ജയ് ഹിന്ദ്. ഈ സുന്ദര ദിനത്തിൽ നാം എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് ദേശസ്നേഹത്തിന്റെ സന്ദേശം പകരാൻ സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ അൽഫോൻസയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
വേദിയിൽ ഞങ്ങളോടൊപ്പം സന്തോഷം പകരുവാൻ 79ാം സ്വാതന്ത്ര്യദിനത്തിൻ്റെ സന്തോഷം നുകരുവാൻ ഞങ്ങളോടൊപ്പം എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട അരൂർ SI ഗീതുമോൾ മാഡം, ബഹുമാനപ്പെട്ട സത്താർ സാർ, അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ജോജി സാർ, മാത്യു കുര്യാക്കോ സാർ, നമ്മുടെ SPC ഓഫീസർ ജോ സാർ, പ്രിയപ്പെട്ട എൻ്റെ എല്ലാ അധ്യാപകരും സഹപ്രവർത്തകരും കുട്ടികളും, എനിക്ക് ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ സെൻറ് റാഫേൽസ് സ്കൂൾ അങ്കണം ഏറ്റവും അഭിമാനത്തോടെയാണ് 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. ഈ ദിനത്തിൽ ഞാൻ മറ്റൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്വാതന്ത്ര്യം ഉണ്ടാവേണ്ടത് നമ്മുടെ മനസ്സിലാണ്. ഒരു പൂന്തോട്ടത്തിൽ വേലി കെട്ടുന്നത് തീർച്ചയായും പൂക്കൾ സുരക്ഷിതരായിരിക്കുവാനും ആ പൂന്തോട്ടം സുരക്ഷിതമാകുവാനുമാണ്. യാതൊരു വിധത്തിലും ആ ചെടികളെയോ പൂക്കളെയോ ഉപദ്രവിക്കുന്നതിനല്ല. സ്കൂളും ഒരു പൂന്തോട്ടം തന്നെയാണ്. ഇന്നലത്തെ വാർത്ത എന്നെ ഏറെ വേദനിപ്പിച്ചു. സ്കൂളിൽ അച്ചടക്കത്തിൻ്റെതായ നടപടികൾ സ്വീകരിക്കുമ്പോൾ അതിനെതിരായി നാടൊന്നാകെ ഉയർന്നു വരുന്ന ഒരു കാഴ്ച ഇന്നലെ കണ്ടപ്പോൾ ഒരു സ്കൂൾ ഹെഡ് മിസ്ട്രസ് എന്ന നിലയിൽ എനിക്കും വല്ലാത്ത ഭീതി തോന്നി. എന്നാണാവോ ഇതെൻ്റെ മേലും പതിക്കുക? മക്കളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഞങ്ങൾ സ്കൂൾ അധികാരികൾ എന്ന നിലയിൽ ഒന്ന് മാത്രം പറയുന്നു. എപ്പോഴും നാടിന് സമ്പത്താവേണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെയാണ്. അവിടെ കുട്ടികൾ അച്ചടക്കം ശീലിക്കുന്നത് ഒരു പൂന്തോട്ടത്തിൽ ചെടികളും പൂക്കളും സംരക്ഷിക്കപ്പെടുന്നത് പോലെ തന്നെയാണ്. അത്ര മൃദുലതയോടെയും ലാഘവത്തോടെയും കൂടി ഏറ്റവും ലഘുവായി കുട്ടികളെ വളർത്തിയെടുക്കുവാനും ഏറ്റവും അച്ചടക്കമുണ്ടാക്കാനും ശ്രമിക്കുന്ന സ്ഥാപനമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്നത് നമ്മുടെ ജന്മ അവകാശമാണ്. എന്നാൽ അതൊരു കടമയാണെന്ന് മക്കൾ മറക്കാതിരിക്കുക. നമ്മുടെ നാടിനോടും കുടുംബത്തോടും വിദ്യാലയത്തോടുമുള്ള കടമ മറന്നിട്ട് സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്ന മക്കളെ കാണുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ 10ാം ക്ലാസ്സിലെ 8ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾക്കാണ് ഈ സന്ദേശം പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തേണ്ടത്. പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള വേലികളാണ് ഞങ്ങൾ അധ്യാപകർ നിർമ്മിക്കുന്നത്, ഞങ്ങൾ രക്ഷകർത്താക്കൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നിങ്ങൾ മനസ്സ് എപ്പോഴും സ്വതന്ത്രമാക്കുക. അതോടൊപ്പം തന്നെ കുടുംബത്തോടും മാതാപിതാക്കളോടും നാടിനോടും വിദ്യാലയത്തോടും എപ്പോഴും കടപ്പെട്ടവരായിരിക്കുക, സ്നേഹമുള്ളവരായിരിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസവും നിങ്ങളുടെ വ്യക്തിത്വവും ഏറെ പ്രസരിപ്പുള്ളതായി, നാടിന് ഗുണം ചെയ്യുന്നതായി മാറും. ഈ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ നന്മകൾ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും, എൻ്റെ സഹപ്രവർത്തകരായ എല്ലാവരെയും LK, റെഡ് ക്രോസ്, കബാൻ ബുൾബുൾ, SPC ബോയ്സ് ആൻഡ് ഗേൾസ്, ബാൻസെറ്റ്, NCC ഗേൾസ് ആൻഡ് ബോയ്സ്, സ്കൗട്ട്, ഗൈഡ്സ്, NSS എന്നീ സംഘടനകളിലെ എന്നീ ക്ലബുകളിലെ എല്ലാ അധ്യാപകരും നൽകുന്ന നേതൃത്വത്തിന്, പ്രത്യേകിച്ച് ഇന്ന് ഈ പരേഡ് ഗ്രൗണ്ടിൽ അത് വ്യക്തമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന് കേട്ടാലോ ജ്വലിക്കണം ചോര ഞരമ്പുകളിൽ. ദേശസ്നേഹം തുളുമ്പുന്ന മനോഹരമായ ഗാനം അവതരിപ്പിക്കുന്നു സ്കൂൾ ബുൾബുൾ ടീം.
സ്വതന്ത്ര ഭാരത വീതിയിൽ വിടരും സുവർണ്ണ മലരുകളെ ആർഷഭാരത സംസ്കൃതി ഉണർത്തിയ ത്യാഗോജ്വലമാം ധ്വജമുണരുന്നു. പാടുക 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 വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി അരൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീമതി ഗീതുമോൾ മേഡത്തെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയ കുട്ടികളെ, രാജ്യം ഇന്ന് 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ, അതായത് ബ്രിട്ടീഷ്, പോർച്ചുഗീസ് അങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മളത് കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെയും അടങ്ങുന്ന നമ്മൾ സമൂഹമാണ് അത് കാത്തു സൂക്ഷിക്കേണ്ടത്, അല്ലേ? അങ്ങനെ കാത്തു സൂക്ഷിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ദൃഢപ്രതിജ്ഞ ചെയ്യണം. ആ സ്വാതന്ത്ര്യം, നമുക്ക് അന്ന് തന്ന സ്വാതന്ത്ര്യം, അടിമത്തത്തിൽ നിന്ന് നമ്മൾ വിമുക്തി നേടി, സ്വാതന്ത്ര്യം നേടി, അല്ലേ? പക്ഷേ ഇന്ന് നമ്മൾ എല്ലാവരും സ്വതന്ത്രരാണോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലതരത്തിലുള്ള ലഹരികൾക്കും അടിമയായി, പലതരം ചൂഷണങ്ങൾക്ക് അടിമയായി ഇന്ന് നമ്മൾ സ്വതന്ത്രരാണോ എന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കുക. വളർന്നു വരുന്ന നിങ്ങളാണ് നാളത്തെ തലമുറ, നിങ്ങളാണ് ഭാവി, നിങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാവി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിക്കുക, ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും നമ്മൾ സ്വതന്ത്രരാവുകയാണോ അതോ വീണ്ടും ഏതെങ്കിലും തരത്തിൽ അടിമകളാവുകയാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഹെഡ് മിസ്സസ് പറഞ്ഞു, ഈ അധ്യാപകർ അല്ലെങ്കിൽ രക്ഷിതാക്കൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യം, നല്ല രീതിയിലുള്ള സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് സംസാരിക്കാനും നിങ്ങൾക്ക് പ്രതികരിക്കാനും നിങ്ങൾക്ക് വളരാനും നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താനും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും വേണ്ടി അവർ അഹോരാത്രം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവരാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യം നല്ല രീതിയിൽ അനുഭവിക്കാൻ വേണ്ടി അവർ നിങ്ങൾക്ക് ഒരു പൂന്തോട്ടത്തിൽ നിങ്ങളെ വളർത്തി ചുറ്റും വേലി കെട്ടി നിങ്ങളെ സംരക്ഷിക്കുകയാണ്. നല്ലൊരു കഥയാണ് മാഡം പറഞ്ഞത്. നല്ലൊരു വ്യക്തമായി തന്നെയാണ് മാഡം പറഞ്ഞത്. നിങ്ങൾ ആ പൂന്തോട്ടത്തിലെ നിങ്ങൾ ഓരോരുത്തരും ഒരു പൂക്കളാണ്. ആ പൂക്കൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു വാട്ടം സംഭവിക്കുന്നത് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും അത് ഏറെ വിഷമമായ കാര്യമാണ്. ആ അത്തരത്തിൽ ഒരു പൂവിന് പോലും പുറത്തുനിന്നുള്ളൊരു ആക്രമണങ്ങളോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളൊരു സ്വാധീനമോ ചെലുത്താതിരിക്കാൻ അവർ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലെ തന്നെ അഹോരാത്രം പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ചുവടുകളിൽ പുറകെ നിന്ന് താങ്ങായും തണലായും നമ്മുടെ രക്ഷിതാക്കളും നമ്മുടെ അധ്യാപകരും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഏതൊരു തരത്തിലുള്ള ചൂഷണങ്ങൾക്കോ ലഹരി പദാർത്ഥങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അടിമത്തത്തിലേക്കോ പോകത്തില്ല എന്ന് നിങ്ങൾ ഇന്നു മുതൽ പ്രതിജ്ഞ ചെയ്യണം. അതാവട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇന്നത്തെ പ്രതിജ്ഞ. നിങ്ങൾ അവിടെ പ്രതിജ്ഞ ചൊല്ലി തന്നു, എല്ലാവരും ഉറക്കെ ചൊല്ലി, അല്ലേ? അത് പ്രവർത്തിക്കേണ്ടതും അത് നമ്മുടെ കടമയായി സ്വീകരിച്ച് നമ്മുടെ സ്വാതന്ത്ര്യം നിലനിർത്തേണ്ടതും നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ അതിനായി നിങ്ങൾ അഹോരാത്രം എല്ലാ ദിവസവും പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് അരൂർ സ്റ്റേഷന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാകും. എല്ലാവർക്കും ഒന്നുകൂടി 79ാമത് സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.
സ്വാതന്ത്ര്യസമര സേനാനികളുടെ ത്യാഗങ്ങൾക്ക് ഏറ്റവും വലിയ ആദരവ് ഒരു നല്ല പൗരനായി നാടിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കുകയാണ്. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ അബ്ദുൾ സത്താർ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. നമ്മുടെ രാജ്യം ഇന്ന് 79ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന സന്തോഷകരമായൊരു ചടങ്ങിൽ ആണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെല്ലാവരും ബർത്ത്ഡേ ആഘോഷിക്കും, ശരിയല്ലേ? നമ്മൾ ആ ബർത്ത്ഡേ ആഘോഷിക്കാറില്ലേ? എന്താണ് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്? നമ്മുടെ സ്വന്തം മക്കളുടെ, കുട്ടികളുടെ, അച്ഛനമ്മമാരുടെ എല്ലാം ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കും, അല്ലേ? അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മൾ എന്തുമാത്രം ആത്മാർത്ഥതയോടുകൂടും സന്തോഷത്തോടും കൂടി നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നുള്ളൂ, അതിനേക്കാൾ എത്രയോ മഹത്തരമായൊരു സന്തോഷകരമായ ജീവിതത്തിൽ എത്രമാത്രം ചൈതന്യം ഉണ്ടാക്കുന്ന ഒരു സന്ദർഭമാണ് ഇന്ന് രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയ ആ ബർത്ത്ഡേ എന്ന സ്വാതന്ത്ര്യ ദിനാഘോഷം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യവും സത്തയും നമ്മൾ ഉൾക്കൊള്ളാൻ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ തയ്യാറാകണം. നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് സങ്കീർണതയിലൂടെയാണ്. ഒരുപാട് വിഷയങ്ങളുണ്ട്, അതൊന്നും ഇവിടെ നമ്മൾ സംസാരിക്കുവാനുള്ളൊരു സമയവും സന്ദർഭവുമല്ല. മക്കളെല്ലാവരും പരേഡിയത് ഏറെ വിഷമിച്ച് നിൽക്കുന്നൊരവസ്ഥയിലാണ്. എനിക്ക് മനസ്സിലാവും, ഞാനിവിടെ 1 മുതൽ 10 വരെ പഠിച്ച് ഈ സ്കൂൾ അങ്കണത്തിൽ വളർന്ന് ജീവിച്ച് അത്രയും ആത്മാർത്ഥമായിട്ട് ഈ സ്കൂളിൽ നിന്ന് പോയി ഒരു ജോലി സമ്പാദിച്ച് ഒരു സബ് ഇൻസ്പെക്ടറായി റിട്ടയർ ചെയ്ത് ആത്മാഭിമാനത്തോടുകൂടി എന്നെ ഇവിടേക്ക് ക്ഷണിച്ചെങ്കിൽ അത് എത്ര കണ്ട് ഞാൻ അതിനകത്ത് ആനന്ദിക്കുന്നത് ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വസ്തുതയാണ്. അത്രമേൽ സന്തോഷവാനായിട്ടാണ് ഞാനിവിടെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായും പ്രിയപ്പെട്ട എൻ്റെ മക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ നാളത്തെ മികവുറ്റ പൗരന്മാരായി നമ്മുടെ ധീര ദേശസ്നേഹികൾ നമുക്ക് വാങ്ങിത്തന്ന ആ സ്വാതന്ത്ര്യം, നമുക്ക് നേടിത്തന്ന ആ സ്വാതന്ത്ര്യത്തിൻ്റെ സത്ത, ആ മികവ് അല്പം പോലും കളഞ്ഞു കുളിക്കാതെ നമ്മുടെ രാജ്യത്ത് എന്തെല്ലാം വിഷയമുണ്ടായാലും എന്തെല്ലാം പ്രശ്നമുണ്ടായാലും അതിനെതിരെ എന്തെല്ലാം കിരാതമായ പ്രവർത്തനങ്ങളുണ്ടായാലും അതിനെതിരെ പോരാടുന്ന ഒരു മനസ്സ് വാർത്തെടുക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ സമൂഹത്തിൽ നമ്മളെ വിദ്യാർത്ഥി സമൂഹത്തെ കാർന്നു നിന്ന ഒരു വലിയ വിപത്താണ് മയക്കുമരുന്ന്, മറ്റു ലഹരികൾ. നമുക്കറിയാം, നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ ഈ പ്രദേശത്താകെ, രാജ്യത്താകെ തന്നെ പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു കിരാതമായൊരു വസ്തുതയാണ് ലഹരി മാഫിയ, ലഹരി എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് പറ്റുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ അതിനെതിരെ പോരാടുക, അതിനെതിരെ നിലകൊള്ളുക, ശബ്ദിക്കുക, മറ്റുള്ളവരെ അത്തരം കൂട്ടുകെട്ടുകളിൽ നിന്ന് വ്യതിചലിപ്പിക്കുക, തിരിച്ചു കൊണ്ടുവരിക. അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ ഊർജ്ജസ്വലമായ ഓരോ കുട്ടികളുടെയും പെരുമാറ്റം ഉണ്ടാകേണ്ടത്, സമീപനം ഉണ്ടാകേണ്ടത്. അത്തരം സമീപനങ്ങളാണ് നാളെ മികവുറ്റ പൗരന്മാരെ നമ്മൾ സൃഷ്ടിക്കുന്നത്. നമ്മുടെ സ്കൂള് ഇന്ന് നമ്മുടെ കേരളത്തിലെ ഏറ്റവും മികവുറ്റ സ്കൂളുകളിലൊന്നായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. വരുന്ന സ്കൂൾ മീറ്റിലും നമ്മുടെ സ്കൂളിൽ നിന്നും 6 കുട്ടികളുടെ പ്രാതിനിധ്യം സ്റ്റേറ്റ് മീറ്റിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായും ഷാജി സാറും ഇവിടുത്തെ മാനേജ്മെന്റിന്റെയും ശക്തമായ പിന്തുണയും അവരുടെ മികവുറ്റ പ്രവർത്തനങ്ങളും അത്രയും കഠിനമായ പ്രവർത്തനങ്ങളും നിങ്ങളുടെ മക്കളുടെ പുറകിൽ ഉണ്ടാകുക കൊണ്ട് മാത്രമാണ് അത്തരം നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ മക്കൾ അതിനുവേണ്ടി നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ കാലത്തെയും നിലനിർത്തി പോന്നിട്ടുള്ള സൗഹൃദവും സന്തോഷവും സ്നേഹവും കാത്തുരക്ഷിക്കാൻ തയ്യാറാണെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസ. നന്ദി, നമസ്കാരം. ഈ സുന്ദര ദിനത്തിൽ നാം എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് ദേശസ്നേഹത്തിന്റെ സന്ദേശം പകരാൻ സ്കൂൾ പ്രിൻസിപ്പൽ ജോർജി തോമസ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ, അധ്യാപകരെ, അനധ്യാപകരെ, രാജ്യം അതിൻ്റെ 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. അതുപോലെ തന്നെ 78ാം വാർഷികവും ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഏവർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമുക്കറിയാം, സ്വാതന്ത്ര്യം എന്നത് എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല. എന്നാൽ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും അതുപോലെ തന്നെ ആ അവകാശങ്ങളെ നല്ല രീതിയിൽ കൊണ്ടു നടക്കാനും ഉള്ള ഒരു ദിവസവും കൂടിയാണ് സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത്. ഗാന്ധിജിയെ സന്ദർശിക്കാനായി ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ എത്തുകയാണ്. അപ്പോൾ ഗാന്ധിജി ഇങ്ങനെ എന്തൊക്കെയോ പരതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജവഹർലാൽ നെഹ്റു ചോദിച്ചു, എന്താണ് അങ്ങ് അന്വേഷിക്കുന്നത്? ഞാനൊരു പെൻസിലാണ് അന്വേഷിക്കുക. കുറെ നോക്കി കണ്ടെത്തിയില്ല. അപ്പൊ ജവഹർലാൽ നെഹ്റു വീണ്ടും ഗാന്ധിജിയോട് ചോദിക്കുകയാണ്, ഒരു പെൻസിൽ വേറെ മേടിച്ചാൽ പോലെ? അപ്പൊ ഗാന്ധിജി ജവഹർലാൽ നെഹ്റുവിന് കൊടുത്ത മറുപടി ഇതാണ്, ഈ പെൻസില് എനിക്ക് കൽക്കട്ടയിൽ പോയപ്പോൾ ഒരു കുഞ്ഞ് തന്നതാണ്, ഒരു കുട്ടി, നിങ്ങളെപ്പോലെ ഒരു കുട്ടി തന്നതാണ്. ഈ തന്ന പെൻസില് ഞാൻ ഉപേക്ഷിച്ചാൽ അല്ലെങ്കിൽ അത് നശിപ്പിച്ച് കളഞ്ഞാൽ ആ കൊച്ചിനോട് ഒരു സ്നേഹമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരെയും ഇതുപോലെ കൂട്ടിച്ചേർക്കണം. അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരെയും അവരവരുടെ കഴിവുകൾ മനസ്സിലാക്കി കൂട്ടിച്ചേർക്കണം എന്നുള്ളതാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തില് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നമ്മൾ വളരെ ഭംഗിയായിട്ട് പറഞ്ഞാൽ തീരാത്തത്രയും സംഘടനകൾ നമ്മുടെ ഈ സ്കൂളിലുണ്ട്. ഭംഗിയായിട്ട് ഇത് നടത്തിയത് നമ്മുടെ ഓരോ സംഘടനയിലും ആഭിമുഖ്യം വഹിക്കുന്ന അധ്യാപകരും HM-ഉം എല്ലാവരും കൂടിയാണ്. ഇങ്ങനെ വളരെ ഐക്യത്തോടു കൂടി നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ സ്നേഹം കുറച്ചും കൂടി ഊട്ടിയുറപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഇനിയും നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഞരമ്പുകളിൽ ഓടുന്നത് വെറും വെള്ളമായിരിക്കും. മാതൃഭൂമിയുടെ സേവനത്തിന് വേണ്ടിയല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ യുവത്വം? ചന്ദ്രശേഖർ ആസാദിന്റെ ജ്വലിപ്പിക്കുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലേറ്റാം. ദേശഭക്തി ഗാനത്തിനായി കൈകോർക്കുന്നു സ്കൂൾ NCC ടീം. വന്ദേ മാതര ഭാരതം, വന്ദേ ജയ ജയ ഭാരതം, വന്ദേ പുണ്യഭുവനം, വന്ദേഹം മാതൃഭാരതം, വന്ദേഹം മാതൃഭാരതം.
വെള്ളിക്കടപ്പുറം ഉച്ചത്തിൽ പാടുന്നു ക്വിറ്റ് ഇന്ത്യ ഗർജിച്ച പോലെ തിരമാല കൈകൾ ഉയരുന്നു ഒരു സൂര്യോദയമായി സ്വാതന്ത്ര്യം 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 തനന ദിൻ ദിനന തന ദിനന തോം തോം തന തന ദിന ദിനന തനന ദിൻ ദിനന തന ദിനന തനന 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 തന തന ദീ ശിവജി ചാഞ്ചി താന്തിയ തോപ്പി പൊരുതി വീണ മണ്ണേ ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രനും പുളകമായ മണ്ണേ ജാലിയൻ വാലാബാഗിൻ നിറമണിഞ്ഞ മണ്ണേ ജാലിയൻ വാലാബാഗിൻ നിറമണിഞ്ഞ മണ്ണേ ഭാരതമേ ഭാസുര നാടിൻ ഭാഗീരഥി നമസ്തേ ആം ഭാരതമേ ഭാസുര നാടിൻ ഭാഗീരഥി നമസ്തേ ആ ആ ആ ആ തീവ്രവിഘടനത്തിന്റെ രക്തപുഷ്പമായി ചുവന്നു നിന്റെ നെഞ്ചു കലങ്ങുന്നു 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 എങ്കിലും അമ്മേ പറയുന്നു ഞങ്ങളെന്നുമെന്നും ഒന്ന് ഭാരതാമ്പേ കൈകൾ കോർത്ത് നെഞ്ചുറച്ചു പാടുന്നു ഞങ്ങൾ അമ്മയ്ക്കായി ഹൃദയരാഗ ദേശഭക്തി ഗീതം ഹൃദയരക്ത ചടുലതാള ഭരതഗീതം അഹിതഭാവ സരളയ സംഗീതം ആ ദേശസ്നേഹഗീതം ഈ ഭാരതഗീതം ആ ആ ദേശസ്നേഹഗീതം ഈ ഭാരതഗീതം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങൾക്ക് ഏറ്റവും വലിയ ആദരവ് ഒരു നല്ല പൗരനായി നാടിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കുകയാണ്. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ മാത്യു കുര്യാക്കോസിനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എല്ലാവരും വെയിൽ കൊണ്ട് വിഷമിക്കുകയാണല്ലേ. ഞാൻ പറയും, ഇന്ന് നിങ്ങൾ ഒരല്പം വെയിൽ കൊള്ളേണ്ട ദിവസമാണ്. അതിനകത്ത് ആരും സങ്കടപ്പെടേണ്ട. കാരണം ഇന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുക. നമുക്ക് ഇപ്പം നമ്മൾ കഴിഞ്ഞ പാട്ടിൽ കേട്ടു ഇഷ്ടംപോലെ സ്വാതന്ത്ര്യ നേതാക്കന്മാർ അല്ലേ. ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും സുഭാഷ് ചന്ദ്രബോസും അങ്ങനെയുള്ള നിരവധി ജവഹർലാൽ നെഹ്റു, രവീന്ദ്രനാഥ് ടാഗോർ, ഇങ്ങനെയൊക്കെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി കേട്ടു. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ഒത്തിരി മഹാന്മാരായ വ്യക്തികളെ കുറിച്ച് നമ്മൾ സാമൂഹ്യ പാഠ ക്ലാസ്സുകളിൽ ധാരാളം പഠിക്കുന്നു. ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത് അവരെ കുറിച്ചൊന്നുമല്ല. ഞാൻ പറയുക ജാലിയൻ വാലാബാഗ് സംഭവത്തെ കുറിച്ചാണ്. ജാലിയൻ വാലാബാഗ് എന്ന് നമുക്കറിയാം, 3 വർഷവും അടച്ചുപൂട്ടപ്പെട്ട ഒരു സ്ഥലമാണ്. അതിന് ഒരു വാതിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സ്ഥലത്ത് അന്നത്തെ കാലത്തെ ജനങ്ങൾ തടിച്ചുകൂടി എന്തിനു വേണ്ടിയായിരുന്നു? ഇന്ന് നിങ്ങളിവിടെ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ വേണ്ടിയെന്ന പോലെ തങ്ങളുടെ പ്രിയപ്പെട്ട ദേശസ്നേഹികളായ നേതാക്കന്മാരുടെ വായിൽ നിന്ന് വരുന്ന ഭാരതത്തോടുള്ള രാജ്യസ്നേഹത്തിൻ്റെ വലിയ പ്രഭാഷണം കേട്ട് കോൾമേൽ കൊള്ളുവാനും അതിലൂടെ ബ്രിട്ടീഷുകാരുള്ള എതിർപ്പ് പ്രകടമാക്കുവാനും വേണ്ടിയിട്ട് സാധാരണക്കാരായ 100 കണക്കിന് ജനങ്ങളാണ് അവിടെ തടിച്ചുകൂടിയത്. അവിടെ ഇരുന്നതിനകത്ത് അമ്മമാരുണ്ടായിരുന്നു, അപ്പന്മാരുണ്ടായിരുന്നു, നിങ്ങളെപ്പോലെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അമ്മയുടെ മടിയിൽ നിന്ന് മുലകുടിക്കുന്ന കൈക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഒന്നും അറിയാതെ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇരിക്കുന്നത് പോലും ചിന്തിക്കാതെ തങ്ങളുടെ നേതാക്കന്മാർ പറയുന്ന മാത്രം കേൾക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജനറൽ ഡയർ എന്ന് പറയുന്ന കാബാലികൻ സൈന്യവുമായി വന്ന് ആ വാതിലടച്ച് ജനങ്ങൾക്ക് പുറത്തേക്ക് ഒരു രക്ഷപ്പെടുവാൻ മാർഗമില്ലാതാക്കിക്കൊണ്ട് അവരുടെ നേരെ നിറയൊഴിച്ചു. അന്ന് അവിടെ മക്കളെ പഠിപ്പിച്ച് വലുതാക്കി വലിയ സ്വപ്നങ്ങൾ നെയ്തിരുന്ന ഒത്തിരിയേറെ ആളുകൾ, അല്ലെങ്കിൽ വലിയ ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ എത്തിച്ചേരാനുള്ള വലിയ സ്വപ്നം കണ്ടുന്ന നിരപരാധികളായ ഒത്തിരി ആളുകൾ അന്ന് അവിടെ മരിച്ചു വീണു. അതാണ് ജാലിയൻ വാലാബാഗിന്റെ നിണമണിഞ്ഞ ഭൂമി എന്ന പാട്ടിൽ പാടുക. അപ്പോൾ അതുപോലുള്ള നിഷ്കളങ്കരായ
നിരപരാധികളായ അറിയപ്പെടാത്ത ആയിരക്കണക്കിന് ജനങ്ങളുടെ ചോര വീണ് കുതിർന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുക. അങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അവരോടുള്ള ഒരു സ്മരണ ഓർക്കുവാൻ വേണ്ടി നിങ്ങൾ ഇത്തിരി വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. അപ്പോൾ ഈ രീതിയിൽ ഇത്രയും കഷ്ടതകളും ത്യാഗങ്ങളും അനുഭവിച്ച് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഇന്ന് മാർച്ച് പാസ്റ്റ് അടങ്ങുമ്പോഴത്തേക്ക് ബഹുമാന്യായ അരൂർ പോലീസ് സ്റ്റേഷൻ SI ശ്രീമതി ഗീതുമോഹൻ മാഡത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ സല്യൂട്ട് നൽകിയപ്പോൾ നിങ്ങൾ മാർച്ച് പാസ്റ്റ് ചെയ്തവരുടെയും കണ്ടുവന്ന എല്ലാവരുടെയും ഉള്ളിൽ ഹൃദയമിടിപ്പിന് അല്പം വേഗത കൂടിയിട്ടുണ്ട്. അത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള തുടിപ്പാണ്, രാഷ്ട്രത്തിലുള്ള തുടിപ്പാണ്. ഈ തുടിപ്പ് നാം നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. ഇവിടെ ഇപ്പം കൂടിയിരിക്കുന്ന എല്ലാവരും നിങ്ങളെല്ലാം വളരെ നല്ല കുട്ടികളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഇന്ന് കിട്ടുന്ന സന്ദേശം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ നേതാക്കന്മാരോടൊപ്പം തന്നെ, വലിയ പേര് കേട്ട ഭഗത് സിംഗിനെയൊക്കെ പോലുള്ള ആളുകളോടൊപ്പം തന്നെ മരിച്ചു വീണ ആയിരക്കണക്കിന് നിഷ്കളങ്കരായ, തങ്ങൾ എന്തിനു വേണ്ടി മരിക്കുന്ന പോലും ചിന്തിക്കാൻ സമയം കിട്ടാതെ വിടഞ്ഞുകൾ മരിച്ച ഒത്തിരിയേറെ നിഷ്കളങ്കരായ ആളുകളുണ്ട്. അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ ചോരയുടെ വിലയായി സ്വാതന്ത്ര്യത്തെ കാത്തു സൂക്ഷിക്കുമെന്ന് നമ്മൾ ദൃഢപ്രതിജ്ഞ എടുക്കുക. അതിനുവേണ്ടി ഇന്ന് വിദ്യാർത്ഥികളായ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന, നമ്മുടെ വിദ്യാർത്ഥി സമൂഹം അകപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് ലഹരി എന്ന് നമുക്കറിയാം. ലഹരിയുടെ കാര്യത്തിൽ നിങ്ങളിവിടെ ചെയ്യുമ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആൾ ഇപ്പോൾ NCC SPC ബുൾബുളൊന്നും ലഹരിയുടെ ഉപയോഗം ഉണ്ടാകില്ല എന്ന് വ്യക്തമാണ്. പക്ഷെ നിങ്ങളുടെ വലിയ ഉത്തരവാദിത്വം ഈ ലഹരിയെ നശിപ്പിക്കുവാൻ, നിങ്ങളുടെ ഇടയിൽ ഇത് ഉപയോഗിക്കുന്നവരെ സമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ, അധികാരികളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുവാൻ, അങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തിയെടുക്കുവാൻ, നമ്മുടെ സമൂഹത്തെ ലഹരി വിമുക്തമാക്കുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യണമെന്ന ദൃഢപ്രതിജ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ആ ചോരയുടെ മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുവാനായിട്ട് ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നല്ല പൗരന്മാരായി മാറുവാൻ ലഹരിക്കെതിരെ ശക്തമായി പോരാടും. അതാണ് എൻ്റെ ദൗത്യം. അങ്ങനെ ഞാൻ സ്വാതന്ത്ര്യ സമര സേനയോട് എൻ്റെ പ്രതിജ്ഞ നിറവേറ്റുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ സ്വാതന്ത്ര്യം നമുക്ക് ആഘോഷിക്കാം. എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാവരും മംഗളം ആശംസിക്കുന്നു. നന്ദി. അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന് കേട്ടാലോ ജ്വലിക്കണം ചോര ഞരമ്പുകളിൽ. മനോഹരമായ എയറോബിക്സ് പ്രകടനവുമായി എത്തുന്നു സെന്റ് റാഫേൽസ് എയറോബിക്സ് ടീം. ടീച്ചറെ ഇങ്ങോട്ട് തിരിയാൻ തന്നെ പറഞ്ഞു. ഇങ്ങോട്ട് മാറി നിൽക്കാനാണ്, ഇങ്ങോട്ട് കുറ്റിയുടെ അവിടെ നിന്ന് മാറി നിൽക്കാനാണ്, കുറ്റിയുടെ അവിടെ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കാൻ. ഓക്കെ, കറക്റ്റ് ചെയ്യും. ടീച്ചർ റെഡിയാണോ? ടീച്ചർ ready? Okay, ready. Maybe you might turn around, maybe it's none of my business, but for now we'll get out, let's get this. To
day you have, yes. Playboy to the death, yes. Is he really worldwide? Yes. Mommy, let me open your treasure chest. Play mates like kings, snatch queens. Checkmate, what you think? It's a rumor, I'm really out of this world. Luna, make me comfortable, call me Luna. I can't even show love at the Luna. But I tell them hallelujah, have a blessed day. So ahead of myself, every day's yesterday. On the rest of it, it's real simple. A little bit of hope, it's your open sesame. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന മഹാത്മജിയുടെ വാക്കുകൾ നമുക്കും ജീവിതത്തിൽ ഉടനീളം പ്രചോദനമാകട്ടെ. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി സ്റ്റാഫ് സെക്രട്ടറി ഷാജി സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വീട്ടിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയ രക്ഷിതാക്കളെ, എൻ്റെ സഹപ്രവർത്തകരെ, നിങ്ങൾ വേഗത്താണ് നിൽക്കുന്നത് എനിക്കറിയാം. എൻ്റെ നന്ദി പ്രസംഗം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ രാവിലെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടത്തിയ നമ്മുടെ പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ സല്യൂട്ട് സ്വീകരിച്ച നമ്മുടെ അരൂർ SI ഗീതുമോൾ മേഡം, അതുപോലെ തന്നെ ആശംസ പ്രസംഗം നടത്തിയ നമ്മുടെ റിട്ടയർഡ് SI അബ്ദുൾ സത്താർ സാർ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ PTA പ്രസിഡന്റ് ശ്രീ മാത്യു കുര്യാക്കോസ് സാർ, നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ അൽഫോൺസ് സാർ, നമ്മുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ SI പ്രിയപ്പെട്ട ജോസ് സാർ, എല്ലാവർക്കും ഈ ദിവസം ഭംഗിയാക്കിയതിനും മനോഹരമാക്കിയതിനും സാന്നിധ്യം കൊണ്ടും സംസാരം കൊണ്ടും സമ്പുഷ്ടമാക്കിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഗീതമോൾ മേഡത്തിനൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഷീന മേഡം, റഷോബ് സാർ, അനൂപ് സാർ, ഇവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ ഈ പരിപാടികൾക്ക് മാറ്റുകൂട്ടിയ ലിറ്റിൽ ഗൈഡ്സ് കുട്ടികൾ ചാർജ് വഹിക്കുന്ന സുമ സിസ്റ്റർ, JRC കുട്ടികൾ ചാർജ് വഹിക്കുന്ന ജിനി ടീച്ചർ, കപ്പ് ബുൾബുൾ ചാർജ് വഹിക്കുന്ന അജ്ന ടീച്ചർ, അനു ടീച്ചർ, SPCയുടെ ചാർജ് വഹിക്കുന്ന ജോസാർ ലിജാമേരി ടീച്ചർ, NCCയുടെ ചാർജ് വഹിക്കുന്ന ജിമി ടീച്ചർ, സജിത മേരി സജിത ടീച്ചർ, അതുപോലെ തന്നെ ഗൈഡ്സിന്റെ ചാർജ് വഹിക്കുന്ന ബിജുവല ടീച്ചർ, നിവ്യ ടീച്ചർ, അതുപോലെ NSSന്റെ ചാർജ് വഹിക്കുന്ന മരിയ ടീച്ചർ, എയറോബിക്സ് കാര്യങ്ങൾ ഭംഗിയായിട്ട് അവതരിപ്പിച്ച പ്രിയപ്പെട്ട റോണ ടീച്ചർ, ധന്യ ടീച്ചർ, ഏകദേശം എല്ലാവരുമായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും കുറച്ച് ദിവസത്തെ കഠിന പ്രയത്നത്തിന്റെ അനന്തര ഫലമാണ് ഈ പരിപാടി ഇവിടെ മനോഹരമായി തീർന്നതെന്ന് ഞാൻ ഏറ്റവും അടിയുറച്ച് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ ബാൻഡ് ഏറ്റവും മുൻപിൽ അവരാണ്. ഞാൻ ഇങ്ങനെ ലൈൻ നോക്കി പറഞ്ഞപ്പോൾ അവരെ ലൈൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിട്ടുപോയത്. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ദിവസങ്ങൾ അവർ പ്രാക്ടീസ് നടത്തി. പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഇവിടെ ഒരു കാര്യവും മനോഹരമായിട്ട് നടക്കാൻ സാധിക്കില്ല. അതെല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിശീലനം കിട്ടണം. പ്രിയ രക്ഷിതാക്കളെ ഓർക്കുക, നമ്മുടെ മക്കൾ ഇവിടെ 7:45 വന്നു. ഞങ്ങൾ 8 മണി തൊട്ട് ഞങ്ങൾ പരിശീലനം ആരംഭിച്ചു. ആ 1 മണിക്കൂറിന്റെ പരിശീലനത്തിന്റെ ഫലം മാത്രമാണ് ഇത്ര മനോഹരമായിട്ട് നമ്മുടെ മക്കൾ ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അതുകൊണ്ട് ഓർക്കുക, ഓരോ ദിവസവും ഒരു പരിപാടി ഭംഗിയാകുമ്പോൾ പരിശീലനം ഏറ്റവും അനിവാര്യമാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക എന്ന് ഞാൻ ഈ നിമിഷം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ആങ്കറിംഗ് നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട തരുണിക, അതുപോലെ തന്നെ ഷാന ടീച്ചർ, ഇതിനിടയിൽ പാട്ടുപാടിയ കപ്പ് ബുൾബുൾ അംഗങ്ങൾ, NCC SPC അംഗങ്ങൾ, എല്ലാവർക്കും ഞാൻ നന്ദിയോടെ ഞാൻ കൃതജ്ഞതയുടെ നിറവുകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ രക്ഷിതാക്കൾ,
ഒരു വിഷയം നിങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ മക്കൾ കുറച്ചു നേരം വെയിലെത്താൻ നിൽക്കുന്നത്, നമ്മുടെ PTA പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നവർക്ക് വേണ്ടിയുള്ള ഒരു സഹനമായിക്കൊള്ളട്ടെ ഇത്. നമ്മുടെ മക്കൾ ഈ കുട്ടിക്കാലത്ത് ഇതുപോലെ സഹനം കാഴ്ചവെക്കുമ്പോൾ ഭാവിയിൽ ഇവർ മിടുക്കന്മാരാകുമെന്നത് യാതൊരു സംശയം വേണ്ട. ഈ അവസരത്തിൽ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഇവിടുത്തെ ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫ് അംഗങ്ങൾ, എല്ലാ കാര്യത്തിലും ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഓഫീസ് സ്റ്റാഫ് അംഗങ്ങളെയും എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന രക്ഷിതാക്കളെയും മറ്റു എന്റെ പ്രിയപ്പെട്ട എല്ലാ കുട്ടികളെയും ഞാൻ ആരെങ്കിലും വിട്ടുകൊണ്ട് അവരെയും ഈ സമയം സ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.